ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ESSL E-Time Tracklet സോഫ്റ്റ്വെയറിനെ കുറിച്ചാണ്. ആദ്യമായി ഈ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നതിൻ്റെ ആവശ്യകത എന്താണെന്ന് നോക്കാം. നിങ്ങൾ വാങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന ESSL ബയോമെട്രിക് ഡിവൈസിൽ തന്നെ ആ ഡിവൈസിൻ്റെ മോഡലിനനുസരിച്ച് നിങ്ങൾക്കതിൽ ഫിംഗർ, കാർഡ്, പാസ്വേഡ്, ഫേസ്, സ്പാം, വെയിൻ ഇതൊക്കെ എൻറോൾ ചെയ്യാനായിട്ട് സാധിക്കും. അതിനനുസരിച്ച് നിങ്ങൾക്ക് പഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ആ ഡിവൈസിൽ കാണിച്ചിരിക്കുന്ന ഡേറ്റിനും ടൈമിനും അനുസരിച്ച് നിങ്ങളുടെ പഞ്ചിങ് ഡിവൈസിൽ സേവ് ചെയ്യുകയും ചെയ്യും. ആ ഡിവൈസിൽ തന്നെ മാനുവൽ റെക്കോർഡ്സ് ഓപ്ഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പഞ്ച് ചെയ്ത ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാനായിട്ട് സാധിക്കും. ഓരോ എംപ്ലോയീസും ഏതൊക്കെ ടൈമിലാണ് പഞ്ച് ചെയ്തിരിക്കുന്നത് എന്ന്. അപ്പോൾ പിന്നെ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ഒരു എംപ്ലോയി കറക്റ്റ് ടൈമിലാണോ ജോലിക്ക് വന്നത്, അതോ അയാൾ ലേറ്റ് ആയിട്ടാണോ വന്നത്, അതോ നേരത്തെ പോയോ, അല്ലെങ്കിൽ അയാൾ എത്ര സമയം വർക്ക് ചെയ്തു, അല്ലെങ്കിൽ എത്ര സമയം ഓവർ ടൈം വർക്ക് ചെയ്തു തുടങ്ങിയ കാര്യങ്ങളെല്ലാം വളരെ എളുപ്പത്തിലും വേഗത്തിലും മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ സോഫ്റ്റ്വെയർ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ സോഫ്റ്റ്വെയറിൽ റിപ്പോർട്ട് കൃത്യമായിട്ട് കാണിക്കണമെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ സെറ്റിങ്സുകളെല്ലാം നമ്മൾ കൃത്യമായി സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരിക്കണം. അതായത് കൃത്യമായ വർക്കിംഗ് ടൈം എങ്ങനെയാണ്, വീക്കിലോ ഏതൊക്കെ ദിവസങ്ങളിലാണ് എന്നുള്ള കാര്യങ്ങളെല്ലാം സോഫ്റ്റ്വെയറിൽ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അതിനനുസരിച്ചിട്ട് റിപ്പോർട്ടും കൃത്യമായി തന്നെ കിട്ടും. അപ്പോൾ ആ സെറ്റിങ്സുകൾ എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്, എങ്ങനെയാണ് അറ്റൻഡൻസ് ഡൗൺലോഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത്. ഈ സോഫ്റ്റ്വെയറിന്റെ ഇൻസ്റ്റാളേഷനെ കുറിച്ചും ലൈസൻസ് ആക്ടിവേഷനെ കുറിച്ചുള്ള വീഡിയോ നേരത്തെ തന്നെ ഈ ചാനലിൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിനാൽ ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് സോഫ്റ്റ്വെയറിന്റെ ഇൻസ്റ്റാളേഷന് ശേഷമുള്ള സെറ്റിങ്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട സെറ്റിങ്സുകൾ, എങ്ങനെയാണ് അറ്റൻഡൻസ് ഡൗൺലോഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യുന്നത്, ബേസിക് സെറ്റിങ്സ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ആദ്യമായി സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുക. അതിൽ ഫസ്റ്റ് വരുന്ന പേജ് ലോഗിൻ ചെയ്യാനായിട്ടുള്ളൊരു പേജാണ്. അതിൽ ESSL എന്ന് സ്മോൾ ലെറ്ററിൽ ടൈപ്പ് ചെയ്യുക. ഡിഫോൾട്ട് ലോഗിൻ ഐ ഡിയും പാസ്വേഡും വരുന്നത് ESSL എന്നായിരിക്കും. ലോഗിൻ കൊടുക്കുക. ഒരുപക്ഷെ നിങ്ങളിങ്ങനെ ലോഗിൻ കൊടുക്കുന്ന സമയത്ത് എന്തെങ്കിലും വിധത്തിലുള്ള എറർ മെസ്സേജുകളാണ് കാണുന്നതെങ്കിൽ, ഉദാഹരണത്തിന് അൺഹാൻഡിൽഡ് എക്സ്പ്രഷൻ എറർ, അല്ലെങ്കിൽ കനോട്ട് മോഡിഫൈ ദ ഡിസൈൻ ഓഫ് ടേബിൾ, അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് EC OLEDB, അങ്ങനെയുള്ള എന്തെങ്കിലും വിധത്തിലുള്ള എറർ മെസ്സേജുകളാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ അതിൻ്റെ കാരണവും അതിൻ്റെ സൊല്യൂഷനെയും കുറിച്ചുള്ള വീഡിയോയും നേരത്തെ തന്നെ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ സോഫ്റ്റ്വെയറിൽ ഇപ്പോൾ എറർ പ്രോബ്ലംസുകളൊന്നും തന്നെ ഇല്ലാത്തതുകൊണ്ട് സോഫ്റ്റ്വെയർ ലോഗിൻ ആയിരിക്കുകയാണ്. ലോഗിൻ ചെയ്തതിന് ശേഷം എന്തൊക്കെ സെറ്റിങ്സുകളൊക്കെയാണ് നമുക്കിതിൽ ബേസിക്കായിട്ട് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങൾ നോക്കാം. ആദ്യമായി മാസ്റ്റേഴ്സിൽ കമ്പനീസ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. അതിൽ ബൈ ഡിഫോൾട്ടായിട്ട് ഒരു കമ്പനി ഉണ്ടാവും. അതുകൂടാതെ നമുക്ക് വേറെ കമ്പനി ആഡ് ചെയ്യാം. അതിനായിട്ട് ആഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം കമ്പനിയുടെ പേര് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്ത് കൊടുക്കുക. കമ്പനി ലോഗോ കൊടുക്കാനും ഓപ്ഷനുണ്ട്. ലോഗോ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലോഗോയും ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതിനുശേഷം ആഡ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ കമ്പനി നെയിം ആഡ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റുകൾ ആഡ് ചെയ്യാം. അതിനായിട്ട് മാസ്റ്റേഴ്സിൽ ഡിപ്പാർട്ട്മെൻറ്റ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. അതിൻ്റെ അടുത്ത് ആഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഡിപ്പാർട്ട്മെൻറ്റുകൾ ആഡ് ചെയ്യാം. ഉദാഹരണത്തിന് സെയിൽസ്, പർച്ചേസ്, അങ്ങനെ സെപ്പറേറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ ഉണ്ടെങ്കിൽ അത് ഇതിനനുസരിച്ചിട്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റുകളെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് എംപ്ലോയീസിനെ ആഡ് ചെയ്യാം. എംപ്ലോയീസിനെ ആഡ് ചെയ്യാനായിട്ട് രണ്ട് മെത്തേഡാണുള്ളത്. ഒന്ന്, നമുക്ക് ഡിവൈസിൽ എംപ്ലോയീസിനെ ആഡ് ചെയ്തതിന് ശേഷം സോഫ്റ്റ്വെയറിലേക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ സോഫ്റ്റ്വെയറിൽ തന്നെ എംപ്ലോയീസിനെ ആഡ് ചെയ്തതിന് ശേഷം ഡിവൈസിലേക്ക് അപ്ലോഡ് ചെയ്യുകയും ചെയ്യാം. രണ്ട് രീതിയിലും ചെയ്യാൻ പറ്റും. ആദ്യത്തെ മെത്തേഡാണ് ഇവിടെ കാണിക്കാൻ പോകുന്നത്. അതായത് മാസ്റ്റേഴ്സിൽ എംപ്ലോയീസ് എടുക്കുക. എംപ്ലോയീസ് എടുത്തു കഴിയുമ്പോൾ ബൈ ഡിഫോൾട്ടായിട്ട് ടെസ്റ്റ് എംപ്ലോയി 1, 2, 3 എന്ന് പറഞ്ഞിട്ട് സോഫ്റ്റ്വെയർ കാണിക്കുന്നുണ്ടാവും. എംപ്ലോയീസിനൊക്കെ ഡിലീറ്റ് ചെയ്യാം. പുതിയ സോഫ്റ്റ്വെയറാണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെങ്കിൽ Ctrl+A പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ എംപ്ലോയീസും കൂടി സെലക്ട് ആവും. അതിനുശേഷം ഡിലീറ്റ് കൊടുത്താൽ എല്ലാ എംപ്ലോയീസിനെയും ഒരുമിച്ച് ഡിലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും, ആ ടെസ്റ്റ് എംപ്ലോയീസിനെ. അതിനുശേഷം ഡിവൈസിൽ എങ്ങനെയാണ് എംപ്ലോയീസിനെ ആഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ നോക്കാം. അതിനായിട്ട് ഡിവൈസിൻ്റെ മെനു ഓപ്ഷൻ എടുക്കുക. അതിൽ യൂസർ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിൽ ന്യൂ യൂസർ, അതിൽ എംപ്ലോയി ID കൊടുക്കാനും നെയിം കൊടുക്കാനും ഇതായിട്ടുള്ള ഓപ്ഷൻ ഉണ്ടാവും.
അപ്പോൾ ID നമ്പർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ID നമ്പർ എന്താ വേണ്ടതെന്ന് വെച്ചാൽ കൊടുക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് 1 2 3 എന്നുള്ള ക്രമത്തിലായിരിക്കും ID നമ്പർ കാണിക്കുക. നെയിം കൊടുക്കണമെന്നുണ്ടെങ്കിൽ നെയിമിന്റെ കോളത്തിലേക്ക് സെലക്ഷൻ കൊണ്ടുവന്നതിന് ശേഷം വലതുവശത്തേക്കുള്ള ആരോ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നെയിം ടൈപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി നെയിം കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് സോഫ്റ്റ്വെയർ വഴി തന്നെ നെയിം അപ്ലോഡ് ചെയ്യാനായിട്ടും പറ്റും. നമുക്ക് ഫിംഗർ എൻറോൾ ചെയ്യാം. ഇതിപ്പോൾ ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് K90 എന്ന് പറഞ്ഞ ഡിവൈസാണ്. ഈ ഡിവൈസിൽ ഫിംഗർ, കാർഡ്, പാസ്വേഡ് ഇത് മൂന്നുമാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഫിംഗർ എങ്ങനെയാണ് എൻറോൾ ചെയ്യുന്നതെന്ന് നോക്കാം. എൻറോൾ FP എന്നുള്ളത് സെലക്ട് ചെയ്യുക. FP എന്ന് ഉദ്ദേശിക്കുന്നത് ഫിംഗർ പ്രിൻ്റാണ്. ഫിംഗർ പ്രിൻ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ഒരു ഫിംഗർ തന്നെ 3 തവണ എടുത്തു വെക്കുക. അപ്പോൾ ഫിംഗർ ഇപ്പോൾ ആഡായി കഴിഞ്ഞു. അവിടെ ഫിംഗർ കൗണ്ട് 1 എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. താഴേക്ക് സെലക്ഷൻ കൊണ്ടുവന്നതിന് ശേഷം ഓക്കെ സെലക്ട് ചെയ്യാം. ചില ഡിവൈസുകളിൽ ഇങ്ങനെ ഓക്കെ ഓപ്ഷൻ ഉണ്ടാവില്ല. ഓക്കെ ഓപ്ഷൻ ഇല്ലാത്ത ഡിവൈസ് ആണെന്നുണ്ടെങ്കിൽ എസ്കേപ്പ് ബട്ടൺ പ്രസ് ചെയ്താൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് സേവ് ആയിക്കോളും. ഓക്കെ ബട്ടൺ ഉള്ള ഡിവൈസ് ആണെങ്കിൽ ഓക്കെ കൊടുത്തെങ്കിൽ മാത്രമേ ആ ഫിംഗറോ അല്ലെങ്കിൽ കാർഡോ പാസ്വേഡോ എന്താണോ അത് സേവ് ആകുകയുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് അതുപോലെ തന്നെ കാർഡ് എങ്ങനെയാണ് എൻറോൾ ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് ജസ്റ്റ് എൻറോൾ കാർഡ് സെലക്ട് ചെയ്യുക. ജസ്റ്റ് കാർഡ് കാണിക്കുക. കാർഡ് കാണിക്കുമ്പോൾ അവിടെ കാർഡിൻ്റെ നമ്പർ വന്നിട്ടുണ്ട്. നേരത്തെ ചെയ്ത പോലെ തന്നെ താഴേക്കെടുത്ത് ഓക്കെ സെലക്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ കാർഡിന് സേവ് ആയിക്കോളും. ഇനി കാർഡ് ഉപയോഗിച്ചോ ഫിംഗർ ഉപയോഗിച്ചോ നമുക്ക് പഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. പഞ്ച് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഡിവൈസിൽ തന്നെ സ്റ്റോർ ചെയ്യുകയും ചെയ്യും. ഈ ഡിവൈസ് എങ്ങനെയാണ് അഡ്മിൻ ലോക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. നിലവിലെ സെറ്റിംഗ് അനുസരിച്ചിട്ട് ഇപ്പോൾ ഡിവൈസിൻ്റെ മെനു ഓപ്ഷൻ ആർക്ക് വേണമെങ്കിലും എടുക്കാനോ ഓപ്പൺ ചെയ്യാനോ അതിലെ സെറ്റിങ്സോ കാര്യങ്ങളെല്ലാം ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു, ഡിവൈസിൽ കാണിച്ചിരിക്കുന്ന ഡേറ്റിനും ടൈമിനും അനുസരിച്ചിട്ടായിരിക്കും ഓരോ പഞ്ചിങ്ങുകളും സേവ് ആവുന്നത്. അതുകൊണ്ട് തന്നെ ഡേറ്റോ ടൈമോ മറ്റൊരാൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ചേഞ്ച് ആവുന്ന, അതായത് നിലവിൽ കാണിച്ചിരിക്കുന്ന ഡേറ്റിനും ടൈമിനും അനുസരിച്ചിട്ടായിരിക്കും പഞ്ചിങ് സേവ് ആവുന്നത്. അപ്പോൾ അങ്ങനെ ആരും ചേഞ്ച് ചെയ്യാതിരിക്കാനായിട്ട് അഡ്മിനായിട്ട് ഡിവൈസ് ലോക്ക് ചെയ്യാനായിട്ട് സാധിക്കും. സാധാരണ പോലെ തന്നെ അഡ്മിനായിട്ടുള്ള ഒരാളെ കൊണ്ട് ആളുടെ ഫിംഗറോ അല്ലെങ്കിൽ കാർഡോ പാസ്വേഡോ സെറ്റ് ചെയ്യിപ്പിക്കുക. അതിനുശേഷം താഴേക്ക് വന്നു കഴിയുമ്പോൾ പവർ വ്യൂ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷനിൽ യൂസർ എന്നുള്ളത് ചേഞ്ച് ചെയ്തിട്ട് അഡ്മിനിസ്ട്രേറ്റർ എന്ന് സെലക്ട് ചെയ്ത് കൊടുക്കുക. അഡ്മിൻ എന്നോ അല്ലെങ്കിൽ അഡ്മിനിസ്ട്രേറ്റർ എന്നോ സെലക്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ഡിവൈസിൽ ഇപ്പോൾ ഞാൻ കാണിച്ചിരിക്കുന്നതിൽ പവർ വ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷനാണ് കാണിച്ചിരിക്കുന്നത്. ചില ഡിവൈസുകളിൽ ഈ സെയിം ഓപ്ഷൻ തന്നെ യൂസർ റോള് എന്ന് പറഞ്ഞിട്ടായിരിക്കും കാണിച്ചിരിക്കുക. അപ്പോൾ അതിലും ഇതുപോലെ തന്നെ അഡ്മിൻ എന്നുള്ളത് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് ഓക്കെ കൊടുക്കുക. ഓക്കെ ഉള്ള ഡിവൈസുകളിലാണെങ്കിൽ ഓക്കെ കൊടുക്കുക, അല്ലെങ്കിൽ എസ്കേപ്പ് അടിക്കുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഡിവൈസ് ഇപ്പോൾ അഡ്മിൻ ലോക്ക് ആയി കഴിഞ്ഞു. അതായത് മെനു പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ലോക്കിൻ്റെ സിമ്പിളായിരിക്കും കാണിക്കുക. പിന്നെ അഡ്മിനായിട്ടുള്ള ആളുടെ ഫിംഗറോ കാർഡോ പാസ്വേഡോ എന്താണോ അഡ്മിനായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് അത് കൊടുത്തെങ്കിൽ മാത്രമേ മെനു ഓപ്പൺ ആകുകയുള്ളൂ. ഇനി നമുക്ക് ഡിവൈസിൻ്റെ കണക്ടിവിറ്റി കാര്യങ്ങൾ നോക്കാം. അതിനായിട്ട് ഡിവൈസ് നെറ്റ്വർക്കിൽ കണക്ട് ചെയ്യുക. അതിനുശേഷം PC-യിൽ CMD ഓപ്പൺ ചെയ്യുക. CMD ഓപ്പൺ ചെയ്തിട്ട് അവിടുത്തെ നെറ്റ്വർക്ക് സീരീസ് എങ്ങനെയാണെന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അതിനായിട്ട് ജസ്റ്റ് IP കോൺഫിഗ് എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം എൻ്റർ കൊടുക്കുക. അപ്പോൾ അവിടുത്തെ IP സീരീസ് നമുക്ക് കിട്ടും. അതിനനുസരിച്ച് ഡിവൈസിൽ IP സെറ്റ് ചെയ്യാം. ഇപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്ന 192.168.1.56 എന്നാണ് PC-യുടെ IP കിട്ടിയിരിക്കുന്നത്. സെയിം IP റേഞ്ചിൽ തന്നെ IP കൊടുക്കുക. അപ്പോൾ IP ഫ്രീ ആണോ എന്ന് ചെക്ക് ചെയ്യാനായിട്ട് ജസ്റ്റ് പിങ് സ്പേസ് IP അഡ്രസ് ഞാൻ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഡിവൈസിൽ കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന IP അഡ്രസ് കൊടുക്കുക. 192.168.1.220 ആണ് ഞാൻ കൊടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അത് അടിച്ചു കഴിഞ്ഞപ്പോൾ നിലവിൽ പിങ് ആവുന്നില്ല. അപ്പോൾ അത് ഫ്രീ IP ആണ്. അപ്പോൾ നമുക്ക് ഈ IP-ന് ഡിവൈസിൽ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിന് ഡിവൈസ് നെറ്റ്വർക്കിൽ കണക്ട് ചെയ്യുക. അതിനുശേഷം ഡിവൈസിൻ്റെ മെനുവിൽ കമ്മ്യൂണിക്കേഷൻ ഓപ്ഷൻ എടുക്കുക. അതിൽ നെറ്റ്വർക്ക് ഓപ്ഷൻ. ചില ഡിവൈസുകളിൽ നെറ്റ്വർക്കിന് പകരം എതർനെറ്റ് എന്ന് പറഞ്ഞിട്ടായിരിക്കും ഓപ്ഷൻ കാണിച്ചിട്ടുണ്ടായിരിക്കാം. അതിലും IP സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. അതിൽ IP അഡ്രസ്സ് സെലക്ട് ചെയ്യുക. നമ്മൾ ഫ്രീ IP ഏതാണോ നമുക്ക് കിട്ടിയത് ആ IP അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ എനിക്ക് കിട്ടിയത് 1.220 ആയിരുന്നു. ഞാൻ അത് കൊടുത്തു, ഓക്കെ കൊടുത്തു. അപ്പോൾ IP കാര്യങ്ങളെല്ലാം സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഡിവൈസ് കണക്ട് ആയോ എന്ന് അറിയാനായിട്ട് ഒന്നും കൂടി പിങ് ചെയ്യിപ്പിച്ച് നോക്കാം. നേരത്തെ ഞാൻ പിങ് ചെയ്യിപ്പിച്ചപ്പോൾ ഡെസ്റ്റിനേഷൻ വാസ് അൺറീച്ചബിൾ എന്നായിരുന്നു കാണിച്ചിരുന്നത്. നമുക്കൊന്നുകൂടെ നോക്കാം. ഇപ്പോൾ ഡിവൈസ് പിങ് ആവുന്നുണ്ട്. അതായത് ഡിവൈസ് നെറ്റ്വർക്കിൽ കണക്റ്റഡ് ആയി കഴിഞ്ഞു. നമുക്ക് സോഫ്റ്റ്വെയറിലേക്ക് കണക്റ്റഡ് ആണോ
കണക്റ്റ് ആവുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നോക്കാം. എന്നിട്ട് സോഫ്റ്റ്വെയറിൽ യൂട്ടിലിറ്റീസിൽ ഡിവൈസ് മാനേജ്മെന്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കുക. ഇതിൽ ബൈ ഡിഫോൾട്ടായിട്ട് TD USB എന്ന് പറഞ്ഞിട്ട് 2 ഡിവൈസ് ഉണ്ടാവും. ബൈ ഡിഫോൾട്ട് IP വരുന്നത് 192.168.1.20.1 ആയിരിക്കും ഡിവൈസിന്റെ IP കാണിക്കുന്നത്. IP നമുക്ക് ചേഞ്ച് ചെയ്യാം. അതിനായിട്ട് മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം എഡിറ്റ് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ IP അഡ്രസ് എന്ന് കാണിക്കുന്നിടത്ത് ഡിവൈസിൽ കൊടുത്തിരിക്കുന്ന IP സെറ്റ് ചെയ്ത് കൊടുക്കുക. ഞാൻ കൊടുത്ത് 220 ആയിരുന്നു. 220 കൊടുത്ത് ടെസ്റ്റ് കണക്ഷൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ കണക്ഷൻ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഡിവൈസ് കണക്ടിവിറ്റി കാര്യങ്ങളെല്ലാം റെഡിയാണ്. നെറ്റ്വർക്ക് വഴി ഡിവൈസ് കണക്ഷൻ എല്ലാം ഓക്കെയാണ്. ഇനി നമുക്ക് ഡിവൈസിൽ എൻറോൾ ചെയ്തിരുന്ന എംപ്ലോയീസിനെ സോഫ്റ്റ്വെയറിലേക്ക് എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത് നോക്കാം. എന്നിട്ട് നേരത്തെ എടുത്ത പോലെ തന്നെ യൂട്ടിലിറ്റീസിൽ ഡിവൈസ് മാനേജ്മെന്റ് എടുക്കുക. IP കാണിച്ചിരിക്കുന്നിടത്ത് മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് കൊടുക്കുക. അതിൽ ഡൗൺലോഡ് യൂസർ ടു DB എന്നുള്ളത് കൊടുക്കുക. അതിൽ ഫിംഗർ ആണോ കാർഡാണോ പാസ്വേഡ് ആണോ എന്താണോ നമ്മൾ എൻറോൾ ചെയ്തേക്കണമെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ കൊടുത്തത് ഫിംഗറും കാർഡും ആയിരുന്നു. ഫിംഗറും കാർഡും സെലക്ട് ചെയ്തതിന് ശേഷം ഡൗൺലോഡ് ടു DB കൊടുക്കുക. ഇപ്പോൾ ഡൗൺലോഡ് ആവുന്നതിന്റെ സ്റ്റാറ്റസ് കാണിക്കും. ഇപ്പോൾ 3 യൂസർ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഒരു കാർഡ്, 2 ഫിംഗർ പ്രിന്റ് രീതിയിൽ ഡാറ്റാസ് ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഡൗൺലോഡ് ആയിരിക്കുന്നത് നമുക്ക് മാസ്റ്റേഴ്സിൽ എംപ്ലോയീസ് ലിസ്റ്റ് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ കാണാനായിട്ട് സാധിക്കും. നേരത്തെ തന്നെ എംപ്ലോയീസിനെ ഫുള്ളായിട്ട് ഡിലീറ്റ് ചെയ്തതായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് നോക്കാം. മാസ്റ്റേഴ്സിൽ എംപ്ലോയീസ് ഇതാ ഞാൻ ഡിവൈസിൽ എൻറോൾ ചെയ്ത എംപ്ലോയീസിന്റെ ലിസ്റ്റ് എല്ലാം ഇതിൽ വന്നിട്ടുണ്ട്. അപ്പോൾ എംപ്ലോയി കോഡ് മാത്രമേ കൊടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം എംപ്ലോയി നെയിം ഒന്നും കൊടുക്കാതെയാണ് ഓരോ എംപ്ലോയീസിനെ ആഡ് ചെയ്തത്. അതുകൊണ്ട് നെയിം ഒന്നും വന്നിട്ടില്ല. എംപ്ലോയി കോഡ് തന്നെ വന്നിട്ടുണ്ട്. എംപ്ലോയി നെയിമിന്റെ കോളത്തിലും കോഡ് തന്നെയാണ് കാണിച്ചിരിക്കുന്നത്. നമുക്കത് എഡിറ്റ് ചെയ്തിട്ട് എംപ്ലോയീസിന്റെ പേര് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഏത് എംപ്ലോയിനാണെന്ന് വെച്ചാൽ എംപ്ലോയിനെ സെലക്ട് ചെയ്യുക. വലതുവശത്ത് എഡിറ്റ് ഓപ്ഷൻ കൊടുക്കുക. അതിൽ എംപ്ലോയി നെയിം എന്നുള്ള കോളത്തിൽ എംപ്ലോയിയുടെ നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക. താഴെയായിട്ട് കമ്പനി, ഡിപ്പാർട്ട്മെന്റ് കാര്യങ്ങളെല്ലാം സെലക്ട് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. നേരത്തെ ആഡ് ചെയ്ത പോലെ കമ്പനിയും ഡിപ്പാർട്ട്മെന്റുകളെല്ലാം സെലക്ട് ചെയ്ത് കൊടുക്കുക, അപ്ഡേറ്റ് കൊടുക്കുക. അതുപോലെ ഓരോ എംപ്ലോയീസിനും ചെയ്യുക. അതിനുശേഷം ഈ എംപ്ലോയീസിനെ എല്ലാം ഇപ്പം എംപ്ലോയീസിന്റെ പേരെല്ലാം നമ്മൾ കൊടുത്തു. ആ എംപ്ലോയീസിനെ നമുക്ക് ഡിവൈസിലേക്ക് എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് യൂട്ടിലിറ്റീസിൽ ഡിവൈസ് മാനേജ്മെന്റ്, അതിൽ ഡിവൈസിൽ IP കാണിക്കുന്നിടത്ത് മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് എഡിറ്റ് കൊടുക്കുക. അതിൽ അപ്ലോഡ് യൂസർ ടു ഡിവൈസ് എന്നുള്ള ഓപ്ഷൻ കൊടുക്കുക. ഇപ്പോൾ എംപ്ലോയീസിന്റെ ലിസ്റ്റ് ഇവിടെ വന്നിട്ടുണ്ട്. അതിൽ എംപ്ലോയീസിനെ ഫുള്ളായിട്ട് സെലക്ട് ചെയ്തതിന് ശേഷം ഫിംഗർ കാർഡെല്ലാം സെലക്ട് ചെയ്ത് അപ്ലോഡ് കൊടുക്കുക. ഇനി ഒരു പക്ഷേ നിങ്ങൾ ഡിവൈസിൽ എംപ്ലോയീസിനെ ആഡ് ചെയ്തില്ല, പകരം സോഫ്റ്റ്വെയറിലാണ് ആദ്യമേ ആഡ് ചെയ്യുന്നത് എങ്കിൽ ഈ അപ്ലോഡ് യൂസർ ടു ഡിവൈസ് ഓപ്ഷൻ എടുത്തു കഴിയുമ്പോൾ ഇതുപോലെ എംപ്ലോയീസിന്റെ ലിസ്റ്റ് ഇതിൽ കാണിക്കില്ല. അപ്പം അങ്ങനെ കാണിക്കാത്തൊരവസ്ഥ വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ കാണിച്ചിരിക്കുന്ന ലിസ്റ്റിന്റെ താഴെയായിട്ട് ലിസ്റ്റ് ഓൾ എംപ്ലോയീസ് വിത്ത് ബയോമെട്രിക് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. ഓപ്ഷൻ ഇപ്പോൾ നിലവിൽ ടിക്ക് ആയിട്ടാണ് കിടക്കുന്നത്. ആ ഓപ്ഷൻ അൺടിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എംപ്ലോയീസ് ലിസ്റ്റിൽ ആഡ് ചെയ്തിരിക്കുന്ന എംപ്ലോയീസിനെല്ലാം ഈ ലിസ്റ്റിലും കാണാനായിട്ട് സാധിക്കും. ഇപ്പോൾ എംപ്ലോയീസിനെ സെലക്ട് ചെയ്തതിന് ശേഷം സാധാരണ പോലെ തന്നെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഡിവൈസിൽ എംപ്ലോയീസ് ഇല്ലെങ്കിലും അതിലേക്ക് നമുക്ക് സോഫ്റ്റ്വെയർ വഴി അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിപ്പോൾ നിലവിൽ ഞാൻ ഡിവൈസിൽ എൻറോൾ ചെയ്തിരുന്നു. എൻ്റെ സോഫ്റ്റ്വെയറിലേക്ക് എടുത്തിട്ട് തിരിച്ച് പേര് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ സെയിം മെത്തേഡ് തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഒന്നിൽ കൂടുതൽ ഡിവൈസുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഡിവൈസിലേക്ക് എംപ്ലോയീസിനെ ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്ലോഡ് സക്സസ്ഫുൾ ആയിട്ടുണ്ട്. നമുക്ക് ഡിവൈസിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എംപ്ലോയീസിന്റെ പേര് കാര്യങ്ങൾ ഡിവൈസിലേക്ക് വന്നിട്ടുണ്ടോ എന്ന്. എന്നിട്ട് ഡിവൈസിന്റെ മെനുവിലെ യൂസർ മാനേജ്മെന്റ് ഓപ്ഷനിൽ മാനേജ് ഓപ്ഷൻ എടുക്കുക. ഇതിൽ പേരൊക്കെ കാണിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ സോഫ്റ്റ്വെയറിൽ കൊടുത്തതുപോലെ തന്നെ പേര് ഡീറ്റെയിൽസുകളെല്ലാം ഡിവൈസിലും കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇനി നമുക്ക് സോഫ്റ്റ്വെയറിലെ മറ്റ് സെറ്റിംഗ്സുകൾ നോക്കാം. നമുക്ക് പ്രധാനപ്പെട്ട സെറ്റിംഗ്സ് ആയിട്ട് വരുന്നത് ഷിഫ്റ്റ് സെറ്റിംഗ്സും കാറ്റഗറി സെറ്റിംഗ്സും ആണ്. അപ്പം നമുക്ക് ആദ്യമായിട്ട് ഷിഫ്റ്റ് സെറ്റിംഗ്സ് നോക്കാം. അതിനായിട്ട് മാസ്റ്റേഴ്സിൽ ഷിഫ്റ്റ് ഡീറ്റെയിൽസ് എടുത്തു കഴിയുമ്പോൾ ബൈ ഡിഫോൾട്ടായിട്ട് ജനറൽ ഷിഫ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഷിഫ്റ്റ് ഉണ്ടാവും 9:30 to 6:30 വരെ. അപ്പോൾ നിങ്ങളുടെ സ്ഥാപനത്തിലെ ടൈം എത്രയാണെന്ന് വെച്ചാൽ ആ ടൈം വർക്കിംഗ് ടൈം എങ്ങനെയാണെന്ന് വെച്ചാൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനായിട്ട് ജസ്റ്റ് എഡിറ്റിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം വർക്കിംഗ് ടൈം സെറ്റ് ചെയ്ത് കൊടുക്കുക. വർക്കിംഗ് ടൈം സെറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കേസ് 24 hour ഫോർമാറ്റിൽ വേണം സെറ്റ് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇപ്പം ഞാനിവിടെ 8 മണി മുതൽ 4 മണി വരെ ഉള്ള രീതിയിലാണ് സെറ്റ് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇതിന് താഴെയായിട്ട് പഞ്ച് ബിഗിൻ ബിഫോർ, പഞ്ച് ആൻഡ് ആഫ്റ്റർ, ഗ്രേസ് ടൈം, പാർഷ്യൽ ഡേ, അങ്ങനെ കുറച്ച് ഓപ്ഷൻസും കൂടി കാണിക്കുന്നുണ്ട്.
അപ്പോൾ ഇതിൽ പഞ്ച് ബിഗിൻ ബിഫോർ എന്ന് പറഞ്ഞ ഓപ്ഷൻ എന്തിനു വേണ്ടിയിട്ടാണെന്ന് നമുക്ക് നോക്കാം. അതായത് നമ്മളിവിടെ ബിഗിൻ ടൈം കൊടുത്തു, എൻഡ് ടൈം കൊടുത്തു. ഇങ്ങനെ ഒരു ബിഗിൻ ടൈം എൻഡ് ടൈം കൊടുത്തു കഴിഞ്ഞാൽ ഈ സമയത്തിനുള്ളിലുള്ള പഞ്ചിങ്ങുകൾ മാത്രമേ റിപ്പോർട്ടിൽ കാണിക്കൂ. അപ്പോൾ 8 മണിക്ക് മുമ്പേ വരുന്ന ഒരാളുടെ പഞ്ചിങ്ങും 4 മണിക്ക് ശേഷമുള്ള ഒരാളുടെ പഞ്ചിങ്ങും റിപ്പോർട്ടിൽ കാണിക്കില്ല. അപ്പോൾ അതുകൂടി ഈ ഷിഫ്റ്റിലേക്ക് ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ പഞ്ച് ബിഗിൻ ബിഫോർ എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. അതായത് അതിൽ 60 മിനിറ്റ് ആണ് ഞാനിപ്പോൾ ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത്. 60 മിനിറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 7 മണി മുതൽ പഞ്ച് ചെയ്യുന്നവരെയും കൂടി ഈ ഷിഫ്റ്റിലേക്ക് തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ പഞ്ചിങ്ങുകൾ റിപ്പോർട്ടിൽ കാണിക്കും. അപ്പോൾ പഞ്ച് ആൻഡ് ആഫ്റ്ററും അതുപോലെ തന്നെ എൻഡ് ടൈമിന് ശേഷം എത്ര സമയം വരെ ഔട്ട് പഞ്ച് ചെയ്യാനായിട്ടുള്ള സമയം അലൗഡ് ആണ്. അതായത് ഇപ്പോൾ ഓവർ ടൈമൊക്കെ ഉള്ള സ്ഥാപനങ്ങളാണെങ്കിൽ 1 മണിക്കൂർ വരെ നിൽക്കാം, അല്ലെങ്കിൽ 2 മണിക്കൂർ നിൽക്കാം, അല്ലെങ്കിൽ 5, 6, 7 മണിക്കൂർ വരെ നിൽക്കാം. അപ്പോൾ മാക്സിമം എത്ര സമയം വരെയാണോ നിൽക്കുന്നതെന്ന് വെച്ചാൽ അത്രയും സമയം പഞ്ച് ആൻഡ് ആഫ്റ്ററിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ 240 മിനിറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് എൻഡ് ടൈം കഴിഞ്ഞതിന് ശേഷം 4 മണിക്കൂറും കൂടി കഴിഞ്ഞ് വരെ പഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. 4 മണിക്കൂർ വരെയും പഞ്ച് ചെയ്യാം. അതിനുള്ളിൽ പഞ്ച് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ റിപ്പോർട്ടിൽ കാണിക്കൂ. അതിന് ശേഷമാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ പഞ്ചിങ് ഇതുപോലെ തന്നെ റിപ്പോർട്ടിൽ കാണിക്കില്ല. അടുത്തതായിട്ട് വരുന്നത് ഗ്രേസ് ടൈം ആണ്. അതായത് ലേറ്റ് ആയിട്ട് വരാൻ അലൗഡ് ആയിട്ടുള്ള ടൈം എത്രയാണെന്നാണ് ഇവിടെ കൊടുക്കേണ്ടത്. അതായത് 5 മിനിറ്റ് വരെ ലേറ്റ് ആവാം, അല്ലെങ്കിൽ 10 മിനിറ്റ് വരെ ലേറ്റ് ആവാം. അങ്ങനെ ഉണ്ടെങ്കിൽ ആ 10 മിനിറ്റ് അവിടെ സെറ്റ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഷിഫ്റ്റിൽ വരുന്ന ആൾ 10 മിനിറ്റ് വരെ ലേറ്റ് ആയാലും അല്ലെങ്കിൽ ലേറ്റ് ആയി എന്ന് പറഞ്ഞിട്ട് റിപ്പോർട്ടിൽ കാണിക്കില്ല. അത്രയും ടൈം അലൗഡ് ആണെന്നുള്ള രീതിയിലായിരിക്കും റിപ്പോർട്ടിൽ വരിക. അടുത്തായിട്ട് വരുന്ന പാർഷ്യൽ ഡേ എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. ചില സ്ഥാപനങ്ങളിൽ ചിലപ്പോൾ ശനിയാഴ്ചകളിൽ വർക്കിംഗ് ടൈം കുറവായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ ഉച്ച വരെ ഉണ്ടാവുള്ളൂ. അങ്ങനെ എന്തെങ്കിലും വർക്കിംഗ് ടൈമിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ ആ ദിവസം ഇതിൽ സെലക്ട് ചെയ്ത് കൊടുക്കാം. നോർമൽ വർക്കിംഗ് ടൈം തന്നെയാണെങ്കിൽ ഇതിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, ഓപ്ഷൻ ടിക്ക് ചെയ്താൽ മതി. എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ, സാധാരണ വർക്കിംഗ് ടൈമിൽ നിന്നും വ്യത്യാസം ഉണ്ടെങ്കിൽ മാത്രം ഈ ഓപ്ഷൻ ഉപയോഗിക്കുക. അതിനുശേഷം അതിൽ ബിഗിൻ ടൈമും എൻഡ് ടൈമും സെറ്റ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇതിപ്പോൾ ഞാൻ വർക്കിംഗ് ടൈം ഇവിടെ സെറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഒന്നിൽ കൂടുതൽ വർക്കിംഗ് ടൈമുകൾ ഉണ്ടെങ്കിൽ എങ്ങനെ ആഡ് ചെയ്യാം എന്നാണ് നോക്കുന്നത്. അതിനായിട്ട് ആഡ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക, ഷിഫ്റ്റ് നെയിം കൊടുക്കുക, ഷോർട്ട് നെയിമും കൊടുക്കുക, ബിഗിൻ ടൈമും എൻഡ് ടൈമും കൊടുക്കുക. നേരത്തെ പറഞ്ഞ പോലെ തന്നെ പഞ്ച് ബിഗിൻ ബിഫോറും പഞ്ച് ആൻഡ് ആഫ്റ്റർ എല്ലാം കൊടുത്തിട്ട് ഷിഫ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ എത്ര വർക്കിംഗ് ടൈം ഉണ്ടോ അതിനനുസരിച്ച് ടൈമിങ്ങുകൾ ആഡ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ജനറൽ ഷിഫ്റ്റിൽ ടൈം കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ഈവനിങ് ഷിഫ്റ്റ്, ഇപ്പോൾ നൈറ്റ് ഷിഫ്റ്റ് ആഡ് ചെയ്യാണ്. നൈറ്റ് ഷിഫ്റ്റും സെറ്റ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ആഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഞാൻ 3 ഷിഫ്റ്റുകളാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി വരുന്ന പോസിബിലിറ്റീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ സ്ഥാപനത്തിൽ ഈ 3 ഷിഫ്റ്റുകളും ഒരേ എംപ്ലോയി തന്നെ പല പല ദിവസങ്ങൾ പല പല ഷിഫ്റ്റുകളിലായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. മാസ്റ്റേഴ്സിൽ മാസ്റ്റർ സെറ്റിങ്സ് എടുക്കുക. അതിൽ താഴെയായിട്ട് വെൻ നോ ഷിഫ്റ്റ് അസൈൻഡ് കൺസിഡർ എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്. ബൈ ഡിഫോൾട്ടായിട്ട് പ്രീവിയസ് ഡേ ഷിഫ്റ്റ് ആയിരിക്കും. അത് മാറ്റിയിട്ട് ഓട്ടോ ഷിഫ്റ്റ് കൊടുക്കുക, അപ്ഡേറ്റ് ചെയ്യുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ പഞ്ച് ചെയ്യുന്ന സമയത്തിനനുസരിച്ച് സോഫ്റ്റ്വെയർ തന്നെ ആളുടെ ഷിഫ്റ്റ് സെലക്ട് ചെയ്തോളും. അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ ഡേ ഷിഫ്റ്റ് കയറിയ ആൾക്ക് നാളെ നൈറ്റ് ഷിഫ്റ്റോ അല്ലെങ്കിൽ ഈവനിങ് ഷിഫ്റ്റോ മറ്റേത് ഷിഫ്റ്റിലേക്ക് വേണമെങ്കിലും മാറി കയറാവുന്നതാണ്. ഇനി അഥവാ അങ്ങനെയല്ല, ഏതെങ്കിലും എംപ്ലോയീസിന് അതായത് ഷിഫ്റ്റുകൾ മാത്രമേ കയറാൻ പാടുള്ളൂ എന്നുണ്ടെങ്കിൽ ആ ഷിഫ്റ്റ് നമുക്ക് അസൈൻ ചെയ്ത് കൊടുക്കാനായിട്ടും ഓപ്ഷനുണ്ട്. ഉദാഹരണത്തിന് ഇപ്പോൾ ലേഡീസ് സ്റ്റാഫുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഡേ ഷിഫ്റ്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള എംപ്ലോയീസിനായിട്ട് നമുക്ക് ഷിഫ്റ്റ് അസൈൻ ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് മാസ്റ്റേഴ്സിൽ എംപ്ലോയി ഷിഫ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കും. എംപ്ലോയി ഷിഫ്റ്റ് എടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ അതിൽ വലതുവശത്ത് അസൈൻ ഓപ്ഷൻ ഉണ്ടാവും. അസൈനിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ഫ്രം ഡേറ്റും ടു ഡേറ്റും കൊടുക്കാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ടാവും. എംപ്ലോയീസിൻ്റെ ലിസ്റ്റും വന്നിട്ടുണ്ടാവും. അപ്പോൾ അതിൽ ഫ്രം ഡേറ്റും ടു ഡേറ്റും സെലക്ട് ചെയ്ത് കൊടുക്കുക. അതായത് എന്ന് മുതൽ എന്ന് വരെയാണ് ആ ഷിഫ്റ്റ് ബാധകം എന്നുള്ള രീതിയിലാണ് ഫ്രം ഡേറ്റും ടു ഡേറ്റും കൊടുക്കുന്നത്. വലതുവശത്ത് ഷിഫ്റ്റ് ലിസ്റ്റിൽ നിന്നും ഷിഫ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക, അസൈൻ ഷിഫ്റ്റ് കൊടുക്കുക. അതുപോലെ ഏതൊക്കെ എംപ്ലോയീസിനാണെന്ന് വെച്ചാൽ ഏത് രീതിയിൽ വേണമെങ്കിലും ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കാം. 1 മാസത്തേക്കോ 1 വർഷത്തേക്കോ ഒരാഴ്ചത്തേക്കോ എങ്ങനെ വേണമെങ്കിലും ഡേറ്റ് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലൊരു ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുത്ത് ഷിഫ്റ്റ് അസൈൻ ചെയ്ത് കഴിഞ്ഞാൽ ആ എംപ്ലോയി ആ ഷിഫ്റ്റിൽ തന്നെ വർക്ക് ചെയ്യണം. വേറെ ഷിഫ്റ്റിലാണ് വർക്ക് ചെയ്യുന്നതെങ്കിൽ അയാൾക്ക് ആബ്സെന്റ് ആയിരിക്കും റിപ്പോർട്ടിൽ കാണിക്കുക. ഇനി അടുത്തായി വരുന്ന ഒരു പോസിബിലിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സ്ഥാപനങ്ങളിൽ ചിലപ്പോൾ 10ഓ 15ഓ ഷിഫ്റ്റുകൾ ഉണ്ടായെന്ന് വരാം. പക്ഷേ ഒരു എംപ്ലോയി ചിലപ്പോൾ കയറുന്നത് 2ഓ 3ഓ ഷിഫ്റ്റുകൾ മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ.
അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ഓട്ടോ ഷിഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആ എംപ്ലോയി പഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ചിലപ്പോൾ അടുത്തടുത്ത് വേറെ ഏതെങ്കിലും ഷിഫ്റ്റുകളിലേക്കൊക്കെ ചേഞ്ച് ആയി പോയെന്നും വരാം. അപ്പോൾ അങ്ങനത്തെ പ്രോബ്ലംസ് വരാതിരിക്കാനായിട്ട് അങ്ങനെയുള്ള സ്ഥാപനങ്ങൾ, അതായത് ഒരുപാട് ഷിഫ്റ്റുകൾ ഉള്ള സ്ഥാപനങ്ങളാണെങ്കിൽ മാത്രം മാസ്റ്റേഴ്സിൽ ഷിഫ്റ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉപയോഗിക്കാം. അതിൻ്റെ അകത്ത് ആഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഷിഫ്റ്റുകളുടെ എല്ലാം ലിസ്റ്റ് ലെഫ്റ്റ് സൈഡിൽ കാണിക്കുന്നുണ്ട്. അതിൽ ഒരു എംപ്ലോയി, ഉദാഹരണത്തിന് 10 ഷിഫ്റ്റ് ഉണ്ട്, പക്ഷെ ഒരു എംപ്ലോയി 2 ഷിഫ്റ്റിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ അല്ലെങ്കിൽ 3 ഷിഫ്റ്റിൽ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ എങ്കിൽ ആ ഷിഫ്റ്റുകൾ മാത്രം സെലക്ട് ചെയ്തിട്ടുകൊണ്ട് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇപ്പം ഞാനിവിടെ ഒരു 2 ഷിഫ്റ്റ് മാത്രം സെലക്ട് ചെയ്തുകൊണ്ട് ഒരു ഗ്രൂപ്പ് ആഡ് ചെയ്യുകയാണ്. ആ ഗ്രൂപ്പ് എംപ്ലോയിക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. അതായത് മാസ്റ്റേഴ്സിൽ എംപ്ലോയീസ് കയറി കഴിഞ്ഞാൽ എംപ്ലോയീസിനെ എഡിറ്റ് ചെയ്യുന്ന ടൈമിൽ ഷിഫ്റ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്, അതിൽ ആഡ് ചെയ്ത ഗ്രൂപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ സെലക്ട് ചെയ്ത് കൊടുത്താൽ ആ ഗ്രൂപ്പിലുള്ള ഷിഫ്റ്റുകളിൽ മാത്രമേ ആ എംപ്ലോയി ഓട്ടോ ഷിഫ്റ്റിൽ വർക്ക് ചെയ്യുകയുള്ളൂ. ഇനി അഥവാ നിങ്ങൾ ഷിഫ്റ്റ് സെറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ടൈമിൽ ഷിഫ്റ്റ് ഡീറ്റെയിൽസോ അല്ലെങ്കിൽ ഷിഫ്റ്റ് ഗ്രൂപ്പോ ആഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ടൈമിൽ ആ ഓപ്ഷൻസ് ഇതുപോലെ ഡിസേബിൾഡ് ആയിട്ടാണ് കിടക്കുന്നത്, നിങ്ങൾക്കത് സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല എങ്കിൽ മാസ്റ്റേഴ്സിൽ മാസ്റ്റർ സെറ്റിംഗ്സ് എടുക്കുക. അതിൽ ഫിക്സഡ് ഷിഫ്റ്റ് എന്നുള്ള ഓപ്ഷൻ എനേബിൾഡ് ആയിരിക്കും. അത് ഡിസേബിൾ ചെയ്തതിന് ശേഷം അപ്ഡേറ്റ് ചെയ്യുക. ഇങ്ങനെ ചെയ്യുമ്പോൾ ഷിഫ്റ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ബാക്കി ഓപ്ഷൻസുകളെല്ലാം എനേബിൾ ആയിക്കോളും. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പ്രധാനപ്പെട്ട സെറ്റിംഗിലേക്ക് പോകാം, അതായത് കാറ്റഗറി സെറ്റിംഗ്സ്. മാസ്റ്റേഴ്സിൽ EMP കാറ്റഗറീസ്. കാറ്റഗറി സെറ്റിംഗ്സ് എടുത്തു കഴിയുമ്പോൾ അതിൽ ഡിഫോൾട്ടായിട്ട് ഒരു കാറ്റഗറി ഉണ്ടാവും. അത് നമുക്ക് എഡിറ്റ് ചെയ്യാം. എഡിറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. എഡിറ്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലൊരു പേജ് ആയിരിക്കും വരിക. ഇതിൽ കുറേ ഓപ്ഷൻസുകൾ കാണിച്ചിട്ടുണ്ട്. ഇതിൽ ഫസ്റ്റ് തന്നെ വരുന്നത് OT ഫോർമുലയാണ്. അപ്പം നിങ്ങളുടെ സ്ഥാപനത്തിൽ ഓവർ ടൈം ഏത് രീതിയിലാണെന്ന് വെച്ചാൽ അത് ഇതിനനുസരിച്ച് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഓവർ ടൈം ഇല്ലാത്ത സ്ഥാപനമാണെങ്കിൽ OT നോട്ട് ആപ്ലിക്കബിൾ. ഓവർ ടൈം ഉള്ള സ്ഥാപനമാണെങ്കിൽ ഏത് രീതിയിലാണ് ഓവർ ടൈം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, അതായത് ഔട്ട് പഞ്ച് മൈനസ് ഷിഫ്റ്റ് എൻഡ് ടൈം, ടോട്ടൽ ഡ്യൂറേഷൻ മൈനസ് ഷിഫ്റ്റ് അവേഴ്സ്, എയർലി കമ്മിങ് പ്ലസ് ലേറ്റ് ഗോയിങ്. ഇങ്ങനെ 3 ഓപ്ഷൻസ് ആണ് OT ഫോർമുലയിൽ വരുന്നത്. ആദ്യത്തെ ഓപ്ഷൻ എന്താണെന്ന് നോക്കാം. ഔട്ട് പഞ്ച് മൈനസ് ഷിഫ്റ്റ് എൻഡ് ടൈം, അതായത് ഒരു എംപ്ലോയി പഞ്ച് ചെയ്യുന്ന സമയം മൈനസ് ഷിഫ്റ്റ് തീരുന്ന ടൈം. അതായത് ഉദാഹരണം പറഞ്ഞാൽ ഒരു എംപ്ലോയി പഞ്ച് ചെയ്തത് വൈകിട്ട് 6 മണിക്കാണെന്ന് വിചാരിക്കുക, ഷിഫ്റ്റ് തീരുന്നത് 4 മണിക്കാണ്. അപ്പോൾ 6 - 4 2 മണിക്കൂർ ഓവർ ടൈമിലേക്കായിരിക്കും കാണിക്കുക. ഇനി അടുത്തായിട്ട് വരുന്ന ടോട്ടൽ ഡ്യൂറേഷൻ മൈനസ് ഷിഫ്റ്റ് അവേഴ്സ്. ചില സ്ഥാപനങ്ങളിൽ കൃത്യമായ വർക്കിംഗ് ടൈം ഉണ്ടാവില്ല. ഉദാഹരണം ചില IT സ്ഥാപനങ്ങളിലാണെങ്കിൽ അവിടെയുള്ള എംപ്ലോയീസിന് ഏതെങ്കിലും സമയത്ത് വന്ന് വർക്ക് ചെയ്തിട്ട് പോവാം, അങ്ങനെയായിരിക്കും. അപ്പോൾ അവർക്ക് കറക്റ്റ് ആയിട്ടുള്ളൊരു വർക്കിംഗ് ടൈം ഇല്ലാത്തത് കൊണ്ട് ഇതുപോലെ ഔട്ട് പഞ്ച് മൈനസ് ഷിഫ്റ്റിൻ്റെ ടൈം ആ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ ടോട്ടൽ ഡ്യൂറേഷൻ മൈനസ് ഷിഫ്റ്റ് അവേഴ്സ് ഉപയോഗിക്കാം. അതായത് ഷിഫ്റ്റ് അവർ കൊടുത്തിരിക്കുന്ന, അതായത് ബിഗിൻ ടൈമും എൻഡ് ടൈമും തമ്മിലുള്ള ഡിഫറൻസ്. ഉദാഹരണത്തിന് ഇപ്പോൾ 8 മണിക്കൂറാണെന്ന് കരുതുക, ഒരു എംപ്ലോയി വർക്ക് ചെയ്തിരിക്കുന്നത് 10 മണിക്കൂറാണ്. അങ്ങനെയാണെങ്കിൽ അയാൾക്ക് 2 മണിക്കൂറായിരിക്കും ഓവർ ടൈം കാണിക്കുക. അതായത് അയാളുടെ വർക്കിംഗ് ഡ്യൂറേഷൻ വെച്ചിട്ടായിരിക്കും ഓവർ ടൈം കാൽക്കുലേറ്റ് ചെയ്യുക. അടുത്തതായിട്ട് വരുന്നത് എയർലി കമ്മിങ് പ്ലസ് ലേറ്റ് ഗോയിങ് ആണ്. അതായത് ഷിഫ്റ്റ് ടൈമിങ്ങിന് മുമ്പോ അല്ലെങ്കിൽ അതിന് ശേഷമോ വർക്ക് ചെയ്യുന്ന 2 ടൈമും കൂടി ആഡ് ചെയ്തിട്ടായിരിക്കും ഓവർ ടൈമിൽ കാണിക്കുക. ഇങ്ങനെ 3 ഫോർമുലകളാണ് OTക്ക് വരുന്നത്. ഇതിൽ തന്നെ മിനിമം OT, മാക്സിമം OT എന്ന് പറഞ്ഞിട്ട് ഓപ്ഷൻ ഉണ്ട്. മിനിമം OT ബൈ ഡിഫോൾട്ടായിട്ട് 30 മിനിറ്റ് ആയിരിക്കും വരുന്നത്. അതുകൊണ്ട് തന്നെ 30 മിനിറ്റിൽ കൂടുതൽ ഓവർ ടൈം നിന്നെങ്കിൽ മാത്രമേ ഓവർ ടൈമിന്റെ കോളത്തിൽ ഓവർ ടൈം കാണിക്കുകയുള്ളൂ. ഇനി 1 മിനിറ്റ് നിന്നാലോ അല്ലെങ്കിൽ 5 മിനിറ്റ് നിന്നാലോ ഓവർ ടൈം കാണിക്കണമെന്നുണ്ടെങ്കിൽ മിനിമം OTയിൽ 0 ആക്കി കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥാപനത്തിനനുസരിച്ചിട്ട് എത്രയാണോ ടൈം എന്ന് വെച്ചാൽ അത് സെറ്റ് ചെയ്ത് കൊടുക്കാം. മാക്സിമം OTയും അതുപോലെ തന്നെ OT ലിമിറ്റ് ഉണ്ടെങ്കിൽ OT സെറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഗ്രേസ് ടൈം ഫോർ ലേറ്റ് കമ്മിങ്, ഗ്രേസ് ടൈം ഫോർ എയർലി ഗോയിങ്, 2 ഓപ്ഷൻ. ഗ്രേസ് ടൈമിന്റെ കേസ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമുക്ക് അലൗഡ് ആയിട്ടുള്ള ടൈമാണ്. അത് ലേറ്റ് ആവാനായിട്ട് അലൗഡ് ആയിട്ടുള്ള ടൈം എത്രയാണെന്ന് വെച്ചാൽ അതാണ് ഇവിടെ കൊടുക്കേണ്ടത്. ഇതിലിപ്പോൾ ബൈ ഡിഫോൾട്ടായിട്ട് 15 മിനിറ്റ് വെച്ചാണ് വന്നിരിക്കുന്നത്. അതായത് 15 മിനിറ്റ് വരെ ലേറ്റ് ആയാലോ 15 മിനിറ്റ് നേരത്തെ പോയാലോ അത് റിപ്പോർട്ടിൽ കാണിക്കില്ല. ആ ടൈം ഏത് രീതിയിൽ വേണമെന്ന് വെച്ചാൽ നിങ്ങളുടെ സ്ഥാപനത്തിനനുസരിച്ച് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. അവിടെ 0 ആക്കി കൊടുത്തു കഴിഞ്ഞാൽ 1 മിനിറ്റ് ലേറ്റ് ആയാലോ അല്ലെങ്കിൽ 1 മിനിറ്റ് നേരത്തെ പോയാലോ അതെല്ലാം കൃത്യമായിട്ട് റിപ്പോർട്ടിൽ കാണിക്കും. ഇനി അടുത്തായിട്ട് വരുന്ന ഒരു ഓപ്ഷനാണ് കൺസിഡർ ഓൺലി ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് പഞ്ചിങ് അറ്റൻഡൻസ് കാൽക്കുലേഷൻ. അതായത് ഒരു ദിവസം ഒന്നിൽ കൂടുതൽ പഞ്ചിങ്ങുകൾ ചെയ്യുന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ഡോർ ആക്സസും കൂടി ഉള്ള സ്ഥാപനമാണ് നിങ്ങളുടേതെങ്കിൽ ഒരുപാട് പഞ്ചിങ്ങുകൾ ഒരു ദിവസം ചെയ്യുന്നുണ്ടാവും. ഇൻ പഞ്ച്, ഔട്ട് പഞ്ച്, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമായിട്ട് ഒരുപാട് പഞ്ചിങ്ങുകൾ ഉണ്ടാവും. പക്ഷെ അതിൽ ആദ്യത്തേതും അവസാനത്തേതും മാത്രം എടുത്തുകൊണ്ട് അറ്റൻഡൻസ് കാൽക്കുലേറ്റ് ചെയ്താൽ മതിയെങ്കിൽ
കൺസിഡർ ഓൺലി ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് ബെഞ്ചിന്റെ അറ്റൻഡൻസ് കാൽക്കുലേഷൻ എന്നുള്ള ഓപ്ഷൻ ടിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇനി അതല്ല, ഇടയ്ക്ക് പുറത്തു പോയ ടൈം നിങ്ങൾക്ക് ഡിഡക്റ്റ് ചെയ്യണം, അങ്ങനെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ഡിഡക്റ്റ് ബ്രേക്ക് അവേഴ്സ് ഫ്രം വർക്ക് ഡ്യൂറേഷൻ എന്നുള്ള ഓപ്ഷൻ ടിക്ക് ചെയ്ത് കൊടുക്കുക. അങ്ങനെയുള്ള കേസുകളിൽ കൺസിഡർ ഓൺലി ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് എന്നുള്ള ഓപ്ഷൻ അൺടിക്ക് ചെയ്യാം. ഓക്കെ, പിന്നെ അടുത്തായിട്ട് വരുന്നത് നെഗ്ലക്ട് ലാസ്റ്റ് ഇൻ പഞ്ച് ഫോർ മിസ്ഡ് ഔട്ട് പഞ്ച് എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. ഈ ഓപ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു എംപ്ലോയി ഒരു തവണ മാത്രമേ പഞ്ച് ചെയ്തുള്ളൂ എങ്കിൽ, അതായത് രാവിലെ മാത്രമേ പഞ്ച് ചെയ്തുള്ളൂ, അയാൾ ഔട്ട് പഞ്ച് ചെയ്തില്ല. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ ആ എംപ്ലോയിനെ പ്രസന്റ് ആണോ കാണിപ്പിക്കേണ്ടത് അതോ ആബ്സെന്റ് ആയിട്ട് റിപ്പോർട്ട് കാണിക്കണോ എന്നുള്ളതാണ് ഈ ഓപ്ഷനും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആബ്സെന്റ് ആണ് കാണിക്കേണ്ടത് എങ്കിൽ, അതായത് സിംഗിൾ പഞ്ചിന് ആബ്സെന്റ് ആണ് കാണിക്കേണ്ടത് എങ്കിൽ ഈ ഓപ്ഷൻ ടിക്ക് ചെയ്തിടാം. അപ്പോൾ ഒരു പഞ്ച് മാത്രമേ ചെയ്തുള്ളൂ എങ്കിൽ ആ ദിവസം ആ എംപ്ലോയിക്ക് ആബ്സെന്റ് ആയിരിക്കും കാണിക്കുക. ഇനി ഈ ഓപ്ഷൻ അൺടിക്ക് ആണ് ചെയ്തിരിക്കുന്നതെങ്കിൽ ഒരു പഞ്ചിങ്ങേ ഉള്ളൂ എങ്കിലും ആള് പ്രസന്റ് ആയിട്ട് കാണിക്കും. ഷിഫ്റ്റ് തീരുന്ന ഷിഫ്റ്റ് ടൈം വെച്ചിട്ട് വർക്കിംഗ് ഡ്യൂറേഷൻ കാൽക്കുലേറ്റ് ചെയ്ത് കാണിക്കുകയും ചെയ്യും. അടുത്ത ഓപ്ഷൻ നോക്കാം, വീക്കിലി ഓഫ്. വീക്കിലി ഓഫ് 1, 2, 2 വീക്കിലി ഓഫ് ഉണ്ട്. ഏത് രീതിയിലാണ് നിങ്ങളുടെ സ്ഥാപനത്തിലെ വീക്കിലി ഓഫ് എന്ന് വെച്ചാൽ അതിനനുസരിച്ച് സെറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ വരുന്നത് കൺസിഡർ എയർലി കമ്മിങ് പഞ്ച്, കൺസിഡർ ലേറ്റ് ഗോയിങ് പഞ്ച്, ഇങ്ങനെയുള്ള 2 ഓപ്ഷനാണ്. ഈ ഓപ്ഷനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഷിഫ്റ്റ് ടൈമിങ്ങിന് മുമ്പ് ഒരു എംപ്ലോയി വന്നു കഴിഞ്ഞാൽ ആ വന്നിരിക്കുന്ന നേരത്തെ പഞ്ച് ചെയ്ത ടൈം വർക്കിംഗ് ഡ്യൂറേഷനിൽ ആഡ് ചെയ്യണോ എന്നാണ് ഈ ഓപ്ഷനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഉദാഹരണം പറഞ്ഞാൽ രാവിലെ 8 മണി മുതൽ 4 മണി വരെയുള്ള വർക്കിംഗ് ടൈം ആണെന്ന് കരുതുക. ഒരു എംപ്ലോയി വന്നത് രാവിലെ 7:30 ആയപ്പോഴാണ്, അതായത് അരമണിക്കൂർ നേരത്തെ വന്നു. അപ്പോൾ അയാളുടെ വർക്കിംഗ് ടൈം എന്ന് പറയുന്നത് ഏകദേശം 8.5 മണിക്കൂറോളം ഉണ്ടാവും. പക്ഷേ അങ്ങനെ വേണ്ട, ഷിഫ്റ്റിന്റെ ഉള്ളിലുള്ള ടൈമിംഗ് മാത്രം കാണിച്ചാൽ മതി എന്നുണ്ടെങ്കിൽ കൺസിഡർ എയർലി കമ്മിങ് പഞ്ച് എന്നുള്ള ഓപ്ഷൻ അൺടിക്ക് ചെയ്യുക. അപ്പോൾ 8 മണിക്കൂറായിരിക്കും വർക്കിംഗ് ഡ്യൂറേഷനിൽ കാണിക്കുക. പകരം ഈ ഓപ്ഷൻ ടിക്ക് ചെയ്താണ് ഇട്ടിരിക്കുന്നതെങ്കിൽ 8.5 മണിക്കൂറായിരിക്കും റിപ്പോർട്ടിൽ കാണിക്കുക. അതുപോലെ തന്നെയാണ് കൺസിഡർ ലേറ്റ് ഗോയിങ് പഞ്ച് എന്നുള്ള ഓപ്ഷനും സെയിം തന്നെ. ഷിഫ്റ്റിന് ശേഷം നിൽക്കുന്ന ടൈം വർക്കിംഗ് ഡ്യൂറേഷനിൽ ആഡ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളതാണ് ആ ഓപ്ഷനും കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ താഴെ വരുന്ന ഓപ്ഷനാണ് കാൽക്കുലേറ്റ് ഹാഫ് ഡേ ഇഫ് വർക്ക് ഡ്യൂറേഷൻ ഇസ് ലെസ് ദാൻ 240. 4 മണിക്കൂറിൽ കുറവാണ് വർക്കിംഗ് ഡ്യൂറേഷൻ എങ്കിൽ റിപ്പോർട്ടിൽ ആ ദിവസം ഹാഫ് ഡേ ആയിട്ടായിരിക്കും കാണിക്കുന്നത്. ആ 240 എന്നുള്ള ഏത് രീതിയിൽ വേണമെങ്കിലും ചേഞ്ച് ചെയ്യാം. എത്രയാണ് വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങളുടെ സ്ഥാപനത്തിനനുസരിച്ച് നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ അടുത്തതായിട്ട് വരുന്നത് കാൽക്കുലേറ്റ് ആബ്സെന്റ് എന്നുള്ള ഓപ്ഷനാണ്. കാൽക്കുലേറ്റ് ആബ്സെന്റ് വർക്ക് ഡ്യൂറേഷൻ ഇസ് ലെസ് ദാൻ 120. അതായത് 2 മണിക്കൂറിൽ കുറവാണ് വർക്കിംഗ് ഡ്യൂറേഷൻ എങ്കിൽ ആബ്സെന്റ് ആയിരിക്കും കാണിക്കുക. പിന്നെ അതുപോലെ തന്നെ പാർഷ്യൽ ഡേ. പാർഷ്യൽ ഡേയ്സിൽ നേരത്തെ നമ്മൾ പാർഷ്യൽ ഡേ സെറ്റ് ചെയ്തായിരുന്നു, സാറ്റർഡേ പാർഷ്യൽ ഡേ ആയിട്ട് കൊടുത്തായിരുന്നു. അപ്പോൾ പാർഷ്യൽ ഡേയിൽ എങ്ങനെയാണെന്നാണ് അടുത്ത 2 ഓപ്ഷൻ വരുന്നത്. പിന്നെ അതിന്റെ താഴെയായിട്ട് വരുന്നത് മാർക്ക് വീക്കിലി ഓഫ് ആൻഡ് ഹോളിഡേ ആസ് ആബ്സെന്റ്, പ്രിഫിക്സ് ഡേയ്സ് ആബ്സെന്റ്. എഴുതിയിരിക്കുന്ന പോലെ തന്നെ ഒരു എംപ്ലോയി വീക്കിലി ഓഫിനോ അല്ലെങ്കിൽ ഹോളിഡേക്കോ മുമ്പുള്ള ദിവസം ലീവ് എടുത്തു കഴിഞ്ഞാൽ ആ ഹോളിഡേയും കൂടി അല്ലെങ്കിൽ വീക്കിലി ഓഫും കൂടി ആബ്സെന്റ് ആയിട്ടായിരിക്കും മാർക്ക് ചെയ്യുക. ഉദാഹരണത്തിന് സൺഡേ വീക്കിലി ഓഫ് ആണ്, ഒരു എംപ്ലോയി സാറ്റർഡേയിൽ ലീവ് എടുത്തു കഴിഞ്ഞാൽ സൺഡേ കൂടി ആബ്സെന്റ് ആയിട്ടായിരിക്കും കാണിക്കുക. അടുത്ത അതുപോലെ തന്നെ സഫിക്സ് ഡേയ്സ് ആബ്സെന്റ് എന്നുള്ള രീതിയിലാണ് രണ്ടാമത്തെ ഓപ്ഷൻ വരുന്നത്. അതായത് സൺഡേ വീക്കിലി ഓഫ് ആണ്, മൺഡേയിൽ ലീവ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സൺഡേ കൂടി ആബ്സെന്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യും. അടുത്തായിട്ട് വരുന്നത് മാർക്ക് വീക്കിലി ഓഫ് ആൻഡ് ഹോളിഡേ ആസ് ആബ്സെന്റ് ഇഫ് ബോത്ത് പ്രിഫിക്സ് ആൻഡ് സഫിക്സ് ഡേയ്സ് ആബ്സെന്റ്. അതായത് സൺഡേ വീക്കിലി ഓഫ് ആണ്, ഒരു എംപ്ലോയി സാറ്റർഡേയിലും മൺഡേയിലും ലീവ് എടുത്തു കഴിഞ്ഞാൽ സൺഡേ ആബ്സെന്റ് ആയിട്ട് കാണിക്കും. അപ്പോൾ ഇതിൽ ഏതൊക്കെയാണ് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ നിങ്ങളുടെ സ്ഥാപനത്തിനനുസരിച്ച് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഓപ്ഷൻസുകളൊന്നും ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് അൺടിക്ക് ചെയ്യാം. പിന്നെ അടുത്തായിട്ട് വരുന്നത് മാർക്ക് ഹാഫ് ഡേ ആബ്സെന്റ് വെൻ ലേറ്റ് ഫോർ 3 days. 3 ദിവസം ലേറ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ, അതായത് നമ്മൾ കൊടുത്തിരിക്കുന്ന ഗ്രേസ് ടൈമിനേക്കാളും 3 ദിവസം ലേറ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഹാഫ് ഡേ ആബ്സെന്റ് ആക്കാം. ഹാഫ് ഡേ എന്നുള്ളത് ഫുൾ ഡേ ആക്കാം. 3 ദിവസം എന്നുള്ളത് 1 മുതൽ 5 വരെ കൊടുക്കാനും ഓപ്ഷൻ ഉണ്ട്. പിന്നെ അടുത്തായിട്ട് വരുന്ന മാർക്ക് ഹാഫ് ഡേ ഇഫ് ലേറ്റ് ബൈ. നമുക്ക് മിനിറ്റ് കൊടുത്തിട്ട് ഇത്ര സമയം ലേറ്റ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഹാഫ് ഡേ ആക്കാം. അതായത് ഇപ്പോൾ ഞാൻ 60 മിനിറ്റ് ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് 1 മണിക്കൂർ ലേറ്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഹാഫ് ഡേ ആവും. അതുപോലെ തന്നെ 1 മണിക്കൂർ നേരത്തെ പോയിട്ടുണ്ടെങ്കിലും ഹാഫ് ഡേ ആക്കാനായിട്ടുള്ള ഓപ്ഷൻ ഉണ്ട്. എല്ലാം ആവശ്യാനുസരണം നിങ്ങളുടെ സ്ഥാപനത്തിലെ രീതികൾക്കനുസരിച്ചിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അപ്ഡേറ്റ് ചെയ്യുക. സാധാരണ രീതിയിൽ കാറ്റഗറി വേറെ ആഡ് ചെയ്യേണ്ട ആവശ്യം വരാറില്ല. കാരണം ഇപ്പോൾ ഈ പറഞ്ഞ സെറ്റിങ്സുകളെല്ലാം ഒരു സ്ഥാപനത്തിലെ എല്ലാ എംപ്ലോയീസിനും മിക്കവാറും സെയിം രീതിയിൽ തന്നെ ആയിരിക്കും. ഇനി അഥവാ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ മാത്രം അടുത്ത കാറ്റഗറി ആഡ് ചെയ്യുക.
അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ മാസ്റ്ററിൽ എംപ്ലോയീസ് കയറിയിട്ട് ആ കാറ്റഗറി എംപ്ലോയീസിനെ സെലക്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ഇനി നമുക്ക് എങ്ങനെയാണ് റിപ്പോർട്ട് എടുക്കുന്നത് നോക്കാം. അതിനായിട്ട് നമുക്ക് ഡിവൈസിന് അറ്റൻഡൻസ് റിപ്പോർട്ട് ഡൗൺലോഡ് ചെയ്യണം. എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത് നോക്കാം. അതിനായിട്ട് യൂട്ടിലിറ്റീസിൽ ഡിവൈസ് മാനേജ്മെന്റ് ഓപ്ഷൻ എടുക്കുക, ഡിവൈസ് സെലക്ട് ചെയ്യുക, സ്റ്റാർട്ട് ഡൗൺലോഡ് കൊടുക്കുക. ഇത് ഡിവൈസ് നെറ്റ്വർക്ക് വഴി കണക്റ്റഡ് ആണെങ്കിൽ എങ്ങനെ ഡൗൺലോഡ് ചെയ്യും എന്നുള്ളതാണ് കാണിക്കുന്നത്. നേരത്തെ നമ്മൾ ഡിവൈസ് നെറ്റ്വർക്കുകളെല്ലാം കണക്ട് ചെയ്തായിരുന്നു. അപ്പോൾ ഇതുപോലെ ഡൗൺലോഡ് ചെയ്യാം. എപ്പോൾ റിപ്പോർട്ട് എടുക്കണമെങ്കിലും അതിന് മുമ്പായിട്ട് അറ്റൻഡൻസ് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഡൗൺലോഡ് ചെയ്തെങ്കിൽ മാത്രമേ റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കൂ. കാരണം ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, പഞ്ച് ചെയ്യുന്ന ഡേറ്റാസ് എല്ലാം ഡിവൈസിലാണ് സേവ് ആകുന്നത്. നമുക്കത് സോഫ്റ്റ്വെയറിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ സോഫ്റ്റ്വെയറിലേക്ക് ഡൗൺലോഡ് ചെയ്താൽ മാത്രമേ കിട്ടൂ. ഇതിപ്പോൾ ഞാൻ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഡൗൺലോഡ് ആയോ എന്ന് അറിയാനായിട്ട് ജസ്റ്റ് മോണിറ്റർ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ അവിടെ എംപ്ലോയീസിൻ്റെ ലിസ്റ്റും പഞ്ച് ചെയ്തിരിക്കുന്ന പഞ്ചിങ് കാര്യങ്ങളെല്ലാം കാണിക്കുന്നുണ്ട്. വലതുവശത്ത് സ്റ്റാറ്റസ് പ്രസന്റ് എന്നും കാണിക്കുന്നുണ്ട്. അപ്പോൾ ഡൗൺലോഡ് ചെയ്തു, റിപ്പോർട്ട് കാര്യങ്ങളെല്ലാം സോഫ്റ്റ്വെയറിലേക്ക് ഡൗൺലോഡ് ആയി എന്ന് നമുക്ക് ഈ ഒരു ഓപ്ഷൻ എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ ഉറപ്പുവരുത്താനായിട്ട് സാധിക്കും. ഇനി നമുക്ക് റിപ്പോർട്ട് എടുക്കാം. റിപ്പോർട്ട് എടുക്കുന്നതിന് മുമ്പായിട്ട് അറ്റൻഡൻസ് റിപ്പോർട്ടിൽ റീകാൽക്കുലേറ്റ് അറ്റൻഡൻസ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ഫ്രം ഡേറ്റും ടു ഡേറ്റും സെലക്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം കാൽക്കുലേറ്റ് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ചെയ്തിരിക്കുന്ന സെറ്റിങ്സുകൾക്ക് അനുസരിച്ചിട്ട് സോഫ്റ്റ്വെയർ റിപ്പോർട്ട് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് റിപ്പോർട്ട് ജനറേറ്റ് ചെയ്യാം. അറ്റൻഡൻസ് റിപ്പോർട്ടിൽ ഡെയിലി അറ്റൻഡൻസ് റിപ്പോർട്ട് അല്ലെങ്കിൽ മന്ത്ലി അറ്റൻഡൻസ് റിപ്പോർട്ട് ഏത് റിപ്പോർട്ടാണ് വേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ ഇതിൽ ഡീറ്റെയിൽഡ് അറ്റൻഡൻസ് റിപ്പോർട്ടാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ ഫ്രം ഡേറ്റും ടു ഡേറ്റും സെലക്ട് ചെയ്ത് കൊടുക്കുക. എന്ന പോലെ എന്ന് വരെയുള്ള റിപ്പോർട്ടാണ് വേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. റീകാൽക്കുലേറ്റ് അറ്റൻഡൻസ് ടിക്ക് ചെയ്തതിന് ശേഷം ജനറേറ്റ് കൊടുക്കുക. റിപ്പോർട്ട് ജനറേറ്റ് ആയിട്ടുണ്ട്. ഇതിൽ എംപ്ലോയി കോഡ്, നെയിം, ഷിഫ്റ്റ്, ഇൻ ടൈം, ഔട്ട് ടൈം, വർക്കിംഗ് ഡ്യൂറേഷൻ, OT, ടോട്ടൽ ഡ്യൂറേഷൻ, ലേറ്റ് ബൈ, എയർലി ബൈ, സ്റ്റാറ്റസ്, പഞ്ച് റെക്കോർഡ്സ് കാര്യങ്ങളെല്ലാം ഈ റിപ്പോർട്ടിൽ കാണിച്ചിട്ടുണ്ട്. ഡെയിലി അറ്റൻഡൻസിൽ ഡീറ്റെയിൽഡ് റിപ്പോർട്ട് ഫോർമാറ്റ് ആണ്. ഇതുപോലെ തന്നെ ഒരുപാട് ഫോർമാറ്റുകൾ ഈ ടൈം കാൽക്കുലേറ്റ് സോഫ്റ്റ്വെയറിലുണ്ട്. ഇനിയിപ്പോൾ അടുത്തായിട്ട് നമുക്ക് ബേസിക് റിപ്പോർട്ട് ഒന്ന് നോക്കാം. ഈ ഒരു ഫോർമാറ്റിലാണ് ബേസിക് റിപ്പോർട്ട് വന്നിരിക്കുന്നത്. അടുത്തായിട്ട് സമ്മറി റിപ്പോർട്ട് നോക്കാം. ഓരോന്നും ഓരോ ഫോർമാറ്റുകളിലായിരിക്കും കാണിക്കാം. ഇതിൽ ഏത് റിപ്പോർട്ട് എടുത്താലും നിങ്ങൾക്ക് ആ റിപ്പോർട്ട് എക്സലിലേക്കോ PDF-ലേക്കോ സേവ് ചെയ്യാം. നേരിട്ട് പ്രിന്റ് ഔട്ട് എടുക്കാനും ഓപ്ഷൻ ഉണ്ട്. ജസ്റ്റ് പ്രിന്റ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് പ്രിന്റർ സെലക്ട് ചെയ്ത് പ്രിന്റ് കൊടുത്തു കഴിഞ്ഞാൽ നേരിട്ട് പ്രിന്റ് ഔട്ട് എടുക്കാനും സാധിക്കും. നേരത്തെ ഞാൻ പറഞ്ഞിരുന്നു ഡിവൈസ് നെറ്റ്വർക്ക് വഴി കണക്ട് ചെയ്തിട്ട് റിപ്പോർട്ട് എടുക്കുന്നതാണ് നമ്മളിപ്പോൾ നോക്കിയത്. ഇനി അഥവാ ഡിവൈസ് നെറ്റ്വർക്കിൽ കണക്ട് ചെയ്യാൻ പറ്റാത്ത സ്ഥലമാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെൻഡ്രൈവ് ഉപയോഗിച്ചും റിപ്പോർട്ട് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് ഡിവൈസിൽ പെൻഡ്രൈവ് കണക്ട് ചെയ്യുക. പെൻഡ്രൈവ് കണക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് 8 GB താഴെയുള്ള പെൻഡ്രൈവ് ആയിരിക്കണം. FAT32 ഫോർമാറ്റ് ആയിരിക്കണം. അതിനുശേഷം ഡിവൈസിൻ്റെ മെനുവിൽ USB മാനേജർ എന്നോ അല്ലെങ്കിൽ ഡൗൺ അപ്ലോഡ് എന്ന് പറഞ്ഞിട്ടോ ഓപ്ഷൻ ഉണ്ടാവും. ഒരു USB-യുടെ ചിഹ്നമായിട്ടുള്ള ഒരു ഓപ്ഷൻ കാണും. അത് ജസ്റ്റ് ഓപ്പൺ ചെയ്യുക. അതിൻ്റെ അത് ഡിസ്ക് ഡൗൺലോഡ്, അതിൽ ഡൗൺലോഡ് അറ്റൻഡൻസ് ലോഗ്. അറ്റൻഡൻസ് ഡൗൺലോഡ് ആകുന്നുണ്ട്. പെൻഡ്രൈവിലേക്ക് ഡൗൺലോഡ് ആയി കഴിഞ്ഞു. പെൻഡ്രൈവ് നമുക്ക് PC-യിൽ കണക്ട് ചെയ്യാം. PC-യിൽ കണക്ട് ചെയ്തിട്ട് പെൻഡ്രൈവ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതുപോലെ ഒരു ഫയലായിരിക്കും വരിക. ATTlog.dat ഫോർമാറ്റിലുള്ള ഒരു ഫയലായിരിക്കും. ഇനി നമുക്ക് സോഫ്റ്റ്വെയറിലേക്ക് പോകാം. സോഫ്റ്റ്വെയറിൽ യൂട്ടിലിറ്റീസിൽ ഡിവൈസ് മാനേജ്മെന്റ്, അതിൽ USB എന്നുള്ളത് സെലക്ട് ചെയ്തതിന് ശേഷം ഡൗൺലോഡ് USB കൊടുക്കുക. ഇനി അഥവാ നിങ്ങളുടെ സോഫ്റ്റ്വെയറിൽ USB ഓപ്ഷൻ കാണുന്നില്ല എങ്കിൽ TD തന്നെ സെലക്ട് ചെയ്താലും മതി. പക്ഷേ ഡൗൺലോഡ് കൊടുക്കുമ്പോൾ ഡൗൺലോഡ് USB എന്നുള്ള ഓപ്ഷൻ തന്നെ കൊടുക്കണം. ഇന്നൊരു പെൻഡ്രൈവ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിൽ ATTlog എന്നുള്ള ഫയൽ സെലക്ട് ചെയ്ത് ഓപ്പൺ കൊടുക്കുക. അറ്റൻഡൻസ് ലോഗ്സ് ഡൗൺലോഡ് ആവുന്നുണ്ട്. പക്ഷെ പെൻഡ്രൈവ് വഴി ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് ഓരോ തവണയും 1 മുതലുള്ള അറ്റൻഡൻസ് ഡൗൺലോഡ് ആയിക്കൊണ്ടിരിക്കും. നമ്മൾ നെറ്റ്വർക്ക് വഴിയാണ് ഡൗൺലോഡ് ചെയ്യുന്നതെങ്കിൽ ബാലൻസ് ഉള്ള ലോഗ്സ് മാത്രമാണ് ഡൗൺലോഡ് ആവുള്ളൂ. ഉദാഹരണം പറഞ്ഞാൽ ഒരു 100 ലോഗ്സ് നമ്മൾ ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞു എന്ന് കരുതുക. 2 ദിവസം കഴിഞ്ഞ് വീണ്ടും ഡൗൺലോഡ് ചെയ്യാണ്. അപ്പോൾ 101, 102 ആയിരിക്കും നെറ്റ്വർക്ക് വഴിയാണെങ്കിൽ ഡൗൺലോഡ് ആവുന്നത്. പക്ഷേ USB വഴിയാണെങ്കിൽ ഓരോ തവണയും 1, 2 എന്നുള്ള രീതിയിൽ ഫസ്റ്റ് മുതലുള്ള അറ്റൻഡൻസ് ഡൗൺലോഡ് ആവും. അപ്പോൾ ഒരുപാട് ലോഗ്സുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ USB വഴി ഡൗൺലോഡ് ചെയ്യുമ്പോൾ ഒരുപാട് സമയവും എടുക്കും ഓരോ തവണയും. അപ്പോൾ കഴിവതും നെറ്റ്വർക്ക് തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രമിക്കുക. ഇനി നമുക്ക് ജസ്റ്റ് മന്ത്ലി റിപ്പോർട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അറ്റൻഡൻസ് റിപ്പോർട്ടിൽ മന്ത്ലി റിപ്പോർട്ട് എടുക്കുക. അതിനുശേഷം ഡേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. റീകാൽക്കുലേറ്റ് അറ്റൻഡൻസ് ടിക്ക് ചെയ്തതിന് ശേഷം ജനറേറ്റ് കൊടുക്കുക. ഇതിപ്പോൾ ഒരു മാസത്തെ പഞ്ചിങ് ആണ് കാണിച്ചിരിക്കുന്നത്. ഇതിൽ ഓരോ എംപ്ലോയീസിൻ്റെയും
സ്റ്റാറ്റസ് ഉണ്ട്, ഓരോ ഡേറ്റ് കാര്യങ്ങളെല്ലാം മുകളിൽ കാണിച്ചിട്ടുണ്ട്. 1 മുതൽ 31 വരെ ഓരോ എംപ്ലോയീസിൻ്റെയും ഇൻ ടൈം, ഔട്ട് ടൈം, വർക്കിംഗ് ഡ്യൂറേഷൻ, ലേറ്റ് ബൈ, ഇയർലി ബൈ, OT, ഷിഫ്റ്റ് കാര്യങ്ങളെല്ലാം കാണിച്ചിട്ടുണ്ട്. ആ ഒരു മാസത്തെ ടോട്ടൽ ഡ്യൂറേഷനും ടോട്ടൽ OT, പ്രസന്റ് ഡേയ്സ്, ആബ്സെന്റ് ഡേയ്സ്, വീക്ക്ലി ഓഫ്, അങ്ങനെയുള്ള എല്ലാ ഡീറ്റെയിൽസും, ആ ഒരു മാസത്തെ മുഴുവൻ ഡീറ്റെയിൽസും റിപ്പോർട്ടിൽ കാണിച്ചിട്ടുണ്ട്.